ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് എന്നോട് തിരിച്ചൊരു നന്ദി പ്രകടനമില്ല. ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു കൗൺസിലിങ്ങിന് വന്ന സമയത്ത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇവരെ കേട്ടപ്പം ഭാര്യയ്ക്ക് പറയാനുള്ളത്, എനിക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും തരുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. എൻ്റെ സങ്കടം വരുമ്പോൾ എന്താണ് സങ്കടം എന്ന് അറിയാൻ എൻ്റെ അടുത്തൊരു ആളുണ്ടാവണം. ആ സങ്കടം കേൾക്കാനൊരു മനസ്സ് കാണിക്കണം. എന്നെ നിരന്തരം കുറ്റപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടാണ്, എൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ യാചിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ മാത്രമാണ് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മക്കളുടെ മുന്നിൽ നിലവാരമില്ല, വീട്ടുകാരുടെ മുന്നിൽ നിലവാരമില്ല, ഇയാളുടെ കുടുംബത്തിലും എനിക്ക് നിലവാരമില്ല. എന്നെ താഴ്ത്തിക്കെട്ടുന്നു. ആരെന്ത് ചോദിച്ചാലും ഇയാൾക്ക് പറയാനുള്ളത് ഈ ഒരു വാക്കാണ്, ഞാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കള്ളു കുടിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നുണ്ടോ, മറ്റു മോശപ്പെട്ട പ്രവൃത്തികളിൽ പോകുന്നുണ്ടോ? ഇതൊന്നുമില്ല. ഇതൊന്നും എൻ്റെ ഭർത്താവ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടത് സ്നേഹമാണ്, എനിക്ക് വേണ്ടത് പരിഗണനയാണ്, ഞാനെന്ന വ്യക്തിക്കൊരു സ്ഥാനമാണ്. എനിക്ക് ഭക്ഷണം വസ്ത്രമൊക്കെ എൻ്റെ വീട്ടിൽ കിട്ടൂലേ? ഒരു ഭാര്യ കൗൺസിലിങ്ങിന് വന്നപ്പോൾ വളരെ വിശദമായി, വളരെ വികാരപരിതമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ നല്ലൊരു പ്രൊഫഷണലെ സമീപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ട് വല്ല ലാഭവും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അല്ലാതെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ യാചകരെ പോലെ ജീവിച്ചത് കൊണ്ട് എവിടെയും നിങ്ങൾ എത്താൻ കഴിയില്ല. നിങ്ങളെന്ന വ്യക്തിയുടെ ജീവിതവും നഷ്ടപ്പെടും, നിങ്ങൾക്കുണ്ടാകുന്ന മക്കളുടെ ജീവിതവും നഷ്ടപ്പെടും. നിങ്ങൾ പുനരാലോചന നടത്തേണ്ട ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക.